ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ഒരു ഫ്രൈ ചെയ്ത സാധനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വഴുതനങ്ങയാണ്. ഓക്കെ, ഈ സാധനം ഞാൻ ആദ്യം തന്നെ പറയാം, ഇത് ഞാൻ കഴിക്കാറില്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് പോയി കഴിഞ്ഞ ദിവസം മേടിച്ചത്. ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യത്തില്ലേ, പാനിൽ നമ്മൾ ഫ്രൈ ചെയ്യത്തില്ലേ, അതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം. ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് ഈ വഴുതനങ്ങ ഫ്രൈ എന്ന് പറയുന്നത്. നമുക്കത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പം നമുക്ക് അതിൻ്റെ പ്രൊസീജിയറുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കണം. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഓയിലും ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കും. അപ്പം നമുക്കിത് 4 പീസായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, 4 പീസായിട്ട് കട്ട് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, ഇനി നമുക്കിന്ന് വരയിച്ചിട്ട് കൊടുക്കണം കേട്ടോ, വരയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്നാലും ഇതിനകത്ത് നമുക്ക് മസാല കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ കേട്ടോ. 2 സൈഡ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ വരയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മസാലയ്ക്കകത്ത് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്കിത് മസാല വഴറ്റിയെടുക്കാം. ഇത് കുറച്ചുകൂടി തിക്കായി കഴിഞ്ഞാൽ നൈസായിരിക്കും കേട്ടോ. ഇപ്പം കുറച്ച് വാട്ടറി ആയി പോയിട്ടുണ്ട്. അടുത്ത് പാൻ എടുത്തിട്ടുണ്ട്. പാനിലൂടെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു 3 മിനിറ്റ് നമുക്ക് വെച്ചാൽ മതി ഒരു സൈഡ്. എന്നിട്ട് നമുക്ക് അടുത്ത 3 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സൈഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 5-6 മിനിറ്റോളം വെക്കണം കേട്ടോ. കാരണം ഞാനിത് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റത്തോളം മതി. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഐറ്റം. ചൂട് കുറച്ചുകൂടെ മസാല വേണം കേട്ടോ, അപ്പോഴേ കുറച്ചുകൂടെ ഒരു സ്പൈസി ടേസ്റ്റ് വരത്തുള്ളൂ. എങ്കിലും സംഭവം കൊള്ളാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നൈസാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.